हा 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 मेरे नैना सावन भादो फिर भी मेरा मन प्यासा फिर भी मेरा मन प्यासा मेरे नैना सावन भादो फिर भी मेरा मन प्यासा फिर भी मेरा मन प्यासा ऐ दिल दीवाने खेल है क्या जाने दर्द भराए गीत कहाँ से इन होठों पे आए दूर कहीं ले जाए भूल गया क्या भूल के भी है मुझको याद जरा सा फिर भी मेरा मन प्यासा. ഇന്ന് ഹലോ റേഡിയോയിലെ അതിഥിയായിട്ട് നമുക്കിടയിൽ എത്തിയിരിക്കുന്ന വ്യക്തി എൻ്റെ പ്രിയ സുഹൃത്താണ്. ഒരുപാട് വർഷമായിട്ട് കേരളത്തിൽ തന്നെയുള്ള നിരഞ്ജോയ് ഖുമ്മൻ. അദ്ദേഹത്തെ നമുക്ക് ഹലോ റേഡിയോയിലൂടെ കൂടുതൽ വിശേഷങ്ങൾക്കായി പരിചയപ്പെടാം. നിരൻ, നമസ്കാരം. ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം. പാട്ടിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എത്ര വർഷമായി കാണും ഇപ്പോൾ പാട്ടിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് തുടങ്ങിയിട്ട്? ഇപ്പോൾ 1991 മുതൽ ഇതുവരെ 35-40 വർഷത്തോളമായിട്ടുണ്ട്. ചെറുപ്പം തൊട്ടേ പാട്ട് പാടുമായിരുന്നോ? അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നും ഇല്ല, എങ്കിലും സ്കൂൾ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും വീട് എവിടെയാണെന്ന് പറഞ്ഞത്? നാട് മണിപ്പൂറാണ്. അപ്പോൾ മണിപ്പൂരിൽ നിന്നും കേരളത്തിലെത്തിയ അതിഥിയാണ് ഇപ്പോൾ ശരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട നിരൺ. ഒരുപാട് വർഷമായിട്ട് എനിക്കറിയാം നിരൺ നമ്മുടെ മലയാളത്തിൽ പാടി തുടങ്ങിയിട്ട്, മലയാളത്തിൽ ഹിന്ദി ഗാനങ്ങൾ, മലയാള നാട്ടിലെ ഹിന്ദി ഗാനങ്ങൾ പാടി തുടങ്ങിയ ആളാണ് അല്ലേ? എങ്ങനെയാണ് കേരളത്തെ കാണുന്നത്? കേരളത്തെ എന്താണ് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ? ഞാൻ കേരളത്തിലെ മണ്ണുത്തി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പിന്നെ കോളേജ് ക്യാമ്പസിൽ പാട്ട് പാടാറുണ്ട്. പിന്നെ അതിനെ പതുക്കെ പുറമേന്ന് വന്നിട്ടുള്ള ആർട്ടിസ്റ്റ്മാരെ എന്നെ പരിചയമായി തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടുന്നതെന്നറിഞ്ഞു. മനസ്സിലാപ്പിക്കാൻ സാധിച്ചു കോളേജിൽ പാട്ട് പാടി. അപ്പോൾ അങ്ങനെ പുറമേന്ന് എന്നെ വിളിച്ചു. അപ്പോൾ അങ്ങനെ പതുക്കെ തൃശ്ശൂർ ഗാനമേള സംഘങ്ങളിലാണ് പോയി തുടങ്ങി അല്ലേ? അതെ. ഏതൊക്കെ സംഘങ്ങളായിരുന്നു പാടിയിരുന്നത് ആദ്യകാലത്ത്? അന്ന് എൻ്റെ ഓർമ്മയുള്ളത് തൃശ്ശൂർ റോവേഴ്സിലാണ് തുടക്കം അല്ലേ? അതെ. തൃശ്ശൂർ റോവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ തൃശ്ശൂർ ചോയ്സ്, പിന്നീട് ട്രാൻസ് ഓർക്കസ്ട്ര ആയിട്ട് മാറി. ചോയ്സ് ആയിരുന്നു. അതിനുശേഷം അന്ന് ഉണ്ടായിരുന്ന ട്രൂപ്സ് ഏതൊക്കെയാ? വേവ്സ് കലാസദൻ, പിന്നെ ജോക്കി മാഷിന്റെ തൃശ്ശൂർ ഓർക്കസ്ട്ര. അതിനുശേഷമാണ് ആറ്റ്ലിയിലെത്തുന്നത് അല്ലേ? ആറ്റ്ലി മാഷിന്റെ ആറ്റ്ലി ഓർക്കസ്ട്ര തുടങ്ങിയത് അതിന് കുറെ ശേഷമാണ്. അതിനിടയിൽ മ്യൂസിക് വിസാർഡ്സ് ഇരിഞ്ചാലക്കുട അങ്ങനെയൊക്കെ പോയിരുന്നു. കുറെ പേരില്ലാത്ത സംഘടനകളിലും സംഘങ്ങളിലൊക്കെ പോയി തുടങ്ങി. അപ്പൊ ഹിന്ദി ഉച്ചാരണം കൃത്യമായതുകൊണ്ടാണ്. ഏതുതരം പാട്ടുകളാണ്? ഇപ്പൊ കിഷോർ കുമാറിന്റെ ആണോ റാഫി സാഹിബിന്റെ ആണോ? ഏതൊക്കെ പാട്ടുകളാണ് പാടാറ് നിരഞ്ജോയ്? അങ്ങനെ കിഷോർ കുമാറിന്റെ പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ റഫി സാഹിബിന്റെ പാട്ട് സെലക്റ്റീവായിട്ട് പാടാറുണ്ട്. അതെ. ഒരു ഹിന്ദി ഗായകൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഹിന്ദി സിനിമയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗായകൻ കിഷോർ കുമാർ തന്നെയാണോ? അതെ. അപ്പോൾ ഈ ശബ്ദം അങ്ങനെ കിഷോർ കുമാറായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ വല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ?
അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്നുള്ളത് അങ്ങനെയൊന്നുമില്ല, താല്പര്യമില്ല. അങ്ങനെയില്ല. സ്വന്തം ശബ്ദത്തിൽ തന്നെ പാടാനാണ് അതിൽ ചെറുതായിട്ടൊരു മോഡുലേഷനിൽ ചെയ്യാനാണ് താല്പര്യം. ഈ ഉദിത് നാരായണന്റെ ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും? അതുണ്ട്. അറിയാതെ വന്നു പോകുന്നതാണല്ലേ അല്ലേ, ശബ്ദം ഉണ്ടാക്കുന്നല്ല. ഇപ്പൊ നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി നിരഞ്ജയുടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞല്ലേ, ഏതായിരിക്കും, ആരുടെ പാട്ടാണ് നമുക്കൊന്ന് പാടി കൊടുക്കാനായിട്ട് പറ്റുക? ഒരു സംശയമില്ല, കിഷോർ കുമാറിന്റെ പാട്ടുകളായിരിക്കും എന്റെ മനസ്സിൽ ആദ്യം വരുന്നത്. അത്രയ്ക്ക് ഇഷ്ടം. ശരിക്കും മനസ്സിലിങ്ങനെ ചില പാട്ടുകാരും അല്ലെങ്കിൽ പാട്ടുകളൊക്കെ ഇങ്ങനെ ചെറുപ്പം മുതല് പതിഞ്ഞു കിടക്കുന്നതാണ് അല്ലേ? അതിൽ നിന്നും തെരഞ്ഞെടുത്തൊരു പാട്ട് ഞങ്ങളുടെ ശ്രോതാക്കൾക്കായിട്ടൊന്ന് പാടും, ഹലോ റേഡിയോന്റെ ശ്രോതാക്കൾക്കായിട്ട്. ഓക്കെ, ഇപ്പൊ മോൺസൂൺ സീസൺ അല്ലേ, അതെ, മഴക്കാലം അല്ലേ, അതെ അതെ. അപ്പോൾ അതിനെ പറ്റിയ ഒരു പാട്ട് മനസ്സിൽ വന്ന്, മൺസൂണുമായി ബന്ധപ്പെട്ടൊരു പാട്ടാണ്. അതെ അതെ. ഏത് സിനിമയിലെ പാട്ടാണ് അത്? അത് മൻസിലാണ്. അമിതാഭ് ബച്ചൻ, മോസ്മി ചാറ്റർജി അഭിനയിച്ച കിഷോർ ദാന്റെ ഒരു മനോഹരമായുള്ള ഒരു പാട്ടാണ്, വളരെ ഫേമസ് കൂടിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നിരൻ പാടുന്നു. റിം ജിം ഗിര സാവൻ സുലഗ് സുലഗ് ജായേ മൻ ഭീगे आज इस मौसम में लगी कैसी ये अगन रिम झिम गिरे सावन सुलग सुलग जाए मन भीगे आज इस मौसम में लगी कैसी ये अगन रिम झिम गिरे सावन जब घुंघरुओं सी बजती है बूंदे अरमा हमारे पल के नमूदे जब घुंघरुओं सी बजती है बूंदे अरमा हमारे डर पलकों के मूंदे कैसे देखे सपने नयन सुलग सुलग जाए मन भीगे आज इस मौसम में लगी कैसी ये अगन रिम झिम गिरे सावन. അത് മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്, നമ്മൾ കേട്ട് കേട്ട് ശീലിച്ചിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ എനിക്ക്. അതുവരെ കിഷോർ അതായത് വേറൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ വളരെ അങ്ങനെ ഒരു ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലേ ആളുടെ പാട്ടുകളിലൊക്കെ ചിലത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാട്ടുകൾ കേട്ട് ശീലിച്ചിട്ടുള്ള കാലം തൊട്ട് മലയാളിയായാലും ഇന്ത്യക്കാരന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറെ റാഫി സാഹിബ്, കിഷോർ സാഹിബ് അല്ലേ. അതെ അതെ. അപ്പൊ ഈ ചെറുപ്പത്തിൽ എങ്ങനെയാണ് റേഡിയോ ഒക്കെ കേൾക്കുന്ന ശീലം ഉണ്ടായിരുന്നോ? പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട്. പിന്നെ അത് എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ റേഡിയോ കേൾക്കുന്നത്? എങ്ങനെയാണ്? വീട്ടിലൊക്കെ തന്നെയാണോ? കൂടുതൽ റേഡിയോയിലാണ്. റേഡിയോയിലാണ്. അവിടെ ഇഷ്ടം പോലെ ചോയ്സ് പ്രോഗ്രാം, സെലക്ഷൻ. ഓക്കെ ഓക്കെ. അന്നത്തെ കാലത്ത് പോസ്റ്റ് കാർഡില് അങ്ങനെ പാട്ട് സെലക്ട് ചെയ്ത് വിടും. അപ്പോൾ നമുക്ക് വേണ്ടിട്ട് ഇന്ന പാട്ടുകൾ പാടുന്നു എന്നൊക്കെ പറഞ്ഞ് റേഡിയോയിൽ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ. അതെ അതെ അതെ. പിന്നെ ഫോസി പ്രോഗ്രാം അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ ശരിക്കും? അല്ല, പങ്കെടുത്തില്ല, വിളിക്കാറുണ്ട്, റേഡിയോ നിന്ന് കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. തെരഞ്ഞെടുത്ത ഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഹിന്ദി ഗാനങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഹിന്ദി ഗാനങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഈ എങ്ങനെയാണ് ഹിന്ദി ഗാനങ്ങൾ കേൾക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്? മൊബൈലിൽ കൂടെ വഴിയൊക്കെയാണോ? ഒരു കാലത്ത് മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്. അപ്പൊ നമ്മള് ഇവിടെ ഹിന്ദി സിനിമകൾ കുറവാണ്. ഇവിടെയും വിവിധ ഭാരതി റേഡിയോ തന്നെയാണ് റേഡിയോ ട്യൂൺ ചെയ്ത് കേൾക്കും പാട്ടുകൾ. അപ്പൊ ഈ പാട്ടുകൾ കേട്ടിട്ടാണ് പാടാനുള്ള ഒരു പ്രചോദനം ഉണ്ടായില്ലേ? പിന്നെ കാസറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ നിരൻ ഇവിടെ വന്നതിന് ശേഷം ഹിന്ദി ഗാനങ്ങളൊക്കെ പാടുമ്പോൾ തന്നെ വല്ല കാസറ്റുകളിലൊക്കെ പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? തൃശ്ശൂർ റോവേഴ്സിന്റെ ഒരു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഒരു പ്രോഗ്രാം, ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ദേശഭക്തി ഗാനങ്ങൾ ചേതന സ്റ്റുഡിയോയില്. അത് 1992-93 ആ കാലഘട്ടത്തിലാണ്. ഹിന്ദി തന്നെയാണോ? ഹിന്ദിയിലാണത്? മലയാളം ഉണ്ട്. മലയാളം ഞാനല്ല മലയാളം പാടിയത്, ഞാനാണ് ഹിന്ദി പാടിയത്. ഓക്കെ ഓക്കെ. അത്
തെലുങ്കു എല്ലാം 7 ലാംഗ്വേജിന്റെ പാട്ടായിരുന്നു. ഭാഷ പല ഭാഷകളിലുള്ള പല ഭാഷയുണ്ട്. ഓക്കെ 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 ഓക്കെ. അത് നാട്ടിലെങ്ങനെയും ഇതുപോലത്തെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ മണിപ്പൂരിലൊക്കെ? അല്ല, പ്രൊഫഷണലായിട്ട് ഞാൻ വീട്ടുകാരൊന്നും സമ്മതിക്കില്ല. അതാണ് ചോദ്യം. മനസ്സിൽ പാട്ട് പാടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നല്ലാതെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് പാട്ടുകൾ പാടി തുടങ്ങി പോയി പാടി പാടാൻ ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. ആഗ്രഹമുണ്ട്, നടക്കില്ല അല്ലേ? പക്ഷേ ഈ കേരളത്തിൽ വന്നപ്പോൾ അത് കുറച്ചും കൂടി സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി അല്ലേ? അതെ അതെ, ഇവിടെ എത്തിയപ്പോ ഫ്രീഡായി. അതാണ് ശരിക്കും പാട്ടിന്റെ ഈ തട്ടകത്ത് നമ്മൾ കൂടിയത് അല്ലേ? അതെ അതെ. ഇപ്പൊ അങ്ങനെ ഗാനമേളയ്ക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തുടർച്ചയായിട്ടല്ലേ? ഫ്രീലാൻസ് ആണ് ഇപ്പൊ ശരിക്കും. ഫ്രീലാൻസ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഗാനമേള സംഘങ്ങൾ ഇപ്പോഴും തമ്മിലൊരു വ്യത്യാസം. പണ്ടാണെങ്കിൽ ക്ലബ്ബ് ഒരു ഗ്രൂപ്പുകളാണ്. ഒരു ട്രൂപ്പിൽ പാടുകയാണെങ്കിൽ വേറെ ഒന്നിൽ പാടാൻ പറ്റില്ല നമുക്ക്. സ്ഥിരമായിട്ട് ഒരു ക്ലബ്ബിൽ പാടിക്കൊണ്ടിരിക്കും. അതെ അതെ. അപ്പൊ നമ്മുടെ ആറ്റ്ലി ചേട്ടൻ മരിച്ചു ഈ അടുത്ത കാലത്ത്. നമ്മുടെ പ്രഗത്ഭനായിട്ടുള്ള മ്യൂസിഷ്യനാണ് ആറ്റ്ലി ചേട്ടൻ. ആറ്റ്ലി ചേട്ടനായിട്ടുള്ള അടുത്ത ബന്ധം ഉണ്ടല്ലേ? ഹൃദയ ബന്ധം ഉണ്ടല്ലേ? ശരിക്ക് എസ് എ ഗാനമേള ഹിന്ദി സിംഗർ എന്ന് സ്ഥാപിച്ച് അങ്ങനെ കൊണ്ടുവരുന്നത് ആറ്റ്ലി ഓർക്കസ്ട്രയിലൂടെയാണ്. ശേഷമാണ്. ഒരു ജ്യേഷ്ഠ സഹോദരന്റെ പോലെയായിരുന്നു താങ്കൾക്ക് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ ആറ്റ്ലി ചേട്ടൻ കുറെ പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഉദിത് നാരായണന്റെ പാട്ടുകളൊക്കെ പാടാറുണ്ട് അല്ലേ? ഉണ്ട്. ഉദിത് നാരായണന്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും നമുക്കൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി പാടി കൊടുക്കാൻ പറ്റുമോ? ഉദിത് നാരായൺ സാറിന്റെ പാട്ട് ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 4 വരി നമ്മുടെ ഹലോ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടിയല്ലോ. അത് ഉദിത് നാരായണന്റെ പാട്ട് ചോദിച്ചപ്പോൾ എനിക്ക് ഇപ്പോൾ മനസ്സിൽ വരുന്നത് നമ്മുടെ ആറ്റ്ലി ഓർക്കസ്ട്രയിലെ ആദ്യ കാലഘട്ടത്തിൽ പാടിയ എല്ലാവർക്കും ഒരു പാട്ട് മനസ്സിൽ വന്നു. ജാദൂ തേരി നസർ खुशबू तेरा बदन, जादू तेरी नजर, खुशबू तेरा बदन, तू हाँ कर या ना कर, तू हाँ कर या ना कर, तू है मेरी किरण, तू है मेरी किरण, जादू तेरी नजर, खुशबू तेरा बदन, तू हाँ कर या ना कर, तू हाँ कर या ना कर, तू है मेरी किरण, तू है मेरी किरण, मेरे ख्वाबों की तस्वीर है तू, बेखबर मेरी तकदीर है तू, तू किसी और की हो न जाना, कुछ भी कर जाऊंगा मैं दीवाना, तू हाँ कर या ना कर, तू हाँ कर या ना कर, तू है मेरी किरण, तू है मेरी किरण. അടിപൊളി, മനോഹരമായിട്ട്. നിരഞ്ജനെ കാണുന്നത് ഈ കാലഘട്ടത്തിലാണ് ഞാൻ ശരിക്കും അല്ലേ? നമ്മളെ ഈ പാട്ടിൻ്റെ ഒക്കെ ഒരു രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ പാട്ട് പാടുമ്പോൾ ഇപ്പം നിരണ്ണ എനിക്കറിയാം ഇത്രയും പാട്ടുകളൊക്കെ അടിപൊളി പാട്ടുകളൊക്കെ പാടുമ്പോൾ തന്നെ നിന്ന് പാടാനാണ് താല്പര്യം അല്ലേ? എന്താണ് അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഗാനമേളയിൽ കാണുന്ന കുറേ പേര് അങ്ങനെ ചാടിത്തുള്ളി പാടുന്ന രീതിയും അല്ലാത്തൊരു രീതിയും ജമ്പിങ് പോയിന്റിലൊക്കെ എന്നിട്ട് പാടുന്ന ചില ആളുകളുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താണ് നിരൻ്റെ ഒരു അഭിപ്രായം? ഒന്നാമത് എനിക്ക് ഡാൻസ് എനിക്കറിയില്ല, ഒന്ന് കളിക്കാറിയില്ല, ഒന്നും അറിയില്ല. അപ്പോ അങ്ങനെ പിന്നെ ആദ്യം മുതൽ സ്റ്റേജിന്റെ ഒരു അട്രാക്ഷൻ, സ്റ്റേജ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഭയങ്കര പേടിക്കൊണ്ടായിരുന്നു. പിന്നെ അത് നിന്നിട്ട് പാടി അത് ഞാൻ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടാണ് ഞാൻ അങ്ങനെ കോൺസെൻട്രേഷൻ കൊടുത്ത് പാടണമെങ്കിൽ ഡാൻസ് ചെയ്താൽ തീരെ പറ്റില്ല. പറ്റാറുണ്ട്, അത് ടാലന്റാണ്. നമുക്ക് അത്രയ്ക്ക് ടാലന്റ് ഇല്ല. സ്വയം മൊഴിഞ്ഞു മാറാൻ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങള് മൊഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെയാണ്, മറ്റുള്ളവർ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇപ്പൊക്കെ കുറച്ച് പേടിക്ക് മാറി. പതുക്കെ
അത്യാവശ്യം ഡാൻസ് കളിക്കാം. എന്റെ സ്വന്തം മൂഡ്, സ്വന്തം സ്റ്റെപ്സ് ഉണ്ട് ചിലത്. ജനങ്ങൾക്ക് വേണ്ടിട്ടല്ല, സ്വയം മൂഡ്. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ അപ്പൊ തനിയെ വരും, ഓട്ടോമാറ്റിക് ആയിട്ട് വരും, പാട്ടിന്റെ ഒപ്പം തന്നെ വരുന്നതാണ് അല്ലേ? കാരണം കുറച്ച് പേടിക്ക് മാറിയല്ലോ, വർഷങ്ങളായല്ലോ. പേടി ഉണ്ടായിരുന്നു അപ്പൊ കുറെ ആദ്യകാലത്തൊക്കെ? ആദ്യകാലത്ത് ഭയങ്കര പേടിയായിരുന്നു. പാട്ട് വരും, നമുക്ക് ഒരു ഭയമില്ല. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പേടിയൊക്കെ മാറാറുണ്ടോ? അതൊക്കെ മാറാറുണ്ട്. പക്ഷെ അത് ചാർന്നും പിന്നെ ട്വിസ്റ്റ് ചെയ്യണം, അത് ആ ചിന്തയൊന്നും മനസ്സിൽ നിന്നും വന്നില്ല. പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. അങ്ങനെ അപ്പൊ നല്ല എന്തായാലും ജനം ഇപ്പോ കേരളത്തിലെ മിക്കവാറും എല്ലാവരും എൻജോയ് എന്ന് പറഞ്ഞാല് തിരിച്ചറിയുന്ന ഒരാളാണ് അല്ലേ ശരിക്കും അല്ലേ? ആണ് 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 സ്വയം ചുരുങ്ങി പോകണത്. അപ്പൊ ഇനിയുള്ള കാലത്തൊക്കെ എന്താണ് പരിപാടി? ഗാനമേളകൾ തന്നെയാണോ താല്പര്യം അതിനെ കുറിച്ചിട്ടൊക്കെ? ഗാനമേള താല്പര്യം ഒന്നും പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അല്ലാതെ നമ്മൾ ഒരു റെക്കോർഡിംഗ് മേഖലയിലേക്കോ അപ്പൊ അങ്ങനെയൊന്നും ഉള്ള താല്പര്യമില്ല? അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അവസരങ്ങളില്ല. അപ്പൊ കേൾക്കണം, തീർച്ചയായിട്ടും കേൾക്കണം. നിരഞ്ജോയ് എന്നൊരു ഗായകൻ നമ്മുടെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ഹിന്ദി ഗാനങ്ങൾ നമുക്കുമായിട്ട് പാടിത്തരാനായിട്ട്. ഇവിടെ മലയാളത്തിൽ കേരളത്തിൽ വന്നതിന് ശേഷം മലയാളമൊക്കെ പഠിച്ചല്ലോ, ഒരു മലയാളം പാട്ട് പാടാൻ പറഞ്ഞതായിരിക്കും പെട്ടെന്ന് ഗാനമേളയ്ക്ക് വരുമ്പോ പറയണം. മലയാളം പാട്ട് നമുക്ക് കഴിയുന്ന ഉദിതൊക്കെ പാട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട് അല്ലേ ശരിക്കും? അങ്ങനെയൊന്നുമില്ല. ഏതാണ് നിരണ്ണൊരു പാട്ട് മലയാളി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അല്ലെങ്കിൽ ശ്രോതാക്കൾക്കായിട്ട് പാടാനായിട്ട് പറ്റുക പെട്ടെന്ന് ചോദിച്ചാൽ? പാടാം. ഒരുപാട് മലയാളം പാട്ട് മനസ്സിലുണ്ട്, ട്യൂണിന് പിന്നെ വഴികളൊന്നും അറിയില്ല, കുറെയൊക്കെ കേൾക്കാറുണ്ട്. എന്നാലും നിരണ്ടേതായിട്ടുള്ള വന്ന് മുതൽ എനിക്ക് ഹിന്ദി പാട്ട് ഓൾറെഡി ഉണ്ടല്ലോ, മലയാളം സോങ്സും എനിക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു, നല്ല മെലോഡി. അപ്പോൾ ഞാൻ തന്നെ ഓഡിയോ കാസറ്റ് അന്നത്തേക്കാണെങ്കിൽ ഇതായിരുന്നല്ലോ ഈ കാസറ്റ് റെക്കോർഡിങ്, മണ്ണുത്തിയിലൊക്കെ കുറെ കാസറ്റ് റെക്കോർഡിംഗ് ആയിരുന്നു അന്ന്, സിഡിയിലേക്ക് മാറുന്നതിന് മുമ്പ് അല്ലേ? അതെ. അപ്പോൾ സ്വന്തം മലയാളം പാട്ട് ഞാൻ മറ്റേ ഈ റെക്കോർഡിങ് കാസറ്റ് റെക്കോർഡിങ് കടയിൽ അവിടെ ഇരിക്കുന്ന ആളോട് ഞാൻ ട്യൂൺ പാടിക്കൊടുക്കും, പാടി കേൾക്കും. എന്നിട്ട് ആ ലിസ്റ്റ് അത് ഒന്ന്, രണ്ടാമത്തെ അങ്ങനെ പാട്ട് വരില്ലൊക്കെ പാടിയിട്ട് ആ പാട്ട് അപ്പൊ ആള് അങ്ങനെ എഴുതും. അപ്പൊ അങ്ങനെ നമുക്ക് പാടാൻ കഴിയും, നല്ല ഒരു തെളിയിക്കലാണല്ലേ? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ സ്വയം സെലക്ഷൻ മലയാളം സോങ് കളക്ട് ചെയ്ത് ഞാൻ കാസറ്റ് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. അല്ല, അങ്ങനെ ഒരുപാട് അത് എനിക്ക് ഹാബിറ്റ് ആയിരുന്നു. അത് ഹിന്ദി ഗാനങ്ങളും മലയാള ഗാനങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോൾ അന്ന് നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് കേൾക്കുമ്പോൾ എന്താണ് തോന്നിയിരുന്നത്? ഒരു പാട്ടിന്റെ വ്യത്യസ്തത തോന്നിയിരുന്നോ വല്ലപ്പോഴൊക്കെ? അത് ഇവിടുത്തെ ശേഷമാണ്. അതെ, അതാണ് ചോദിക്കുന്നത് ഞാൻ, മലയാളം. അപ്പൊ അതിലൊരു പാട്ട് നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് പാടാൻ പറഞ്ഞാൽ നിരണ് പാടാൻ പറ്റുന്ന ഒരു പാട്ട് പാടാം അല്ലേ? ചന്ദ്രകളഭം ചാർത്തി, യേശുദാസ് സാറിന്റെ. അതെ, വയലാറിന്റെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. ദേവരാജൻ മാഷ് സ്വപ്നങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ, വസുന്ധരേ വസുന്ധരേ
തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ. മനോഹരമായിട്ടുള്ള പാട്ട്. ഇത്രയും നാളായിട്ട് ഒരു മെലഡി പാട്ട് പാടിയിട്ടില്ല അല്ലേ? സ്റ്റേജിൽ വരെ പാടിയിട്ടില്ല, മലയാളം പാട്ട് പാടിയിട്ടില്ലോ? ഒന്നും പാടില്ല. എന്തായാലും മനോഹരമായിരിക്കുന്നു നിരഞ്ജോയ്. ശരിക്കും ഞാൻ അതിന് സത്യസന്ധമായിട്ടാണ് ശ്രോതാക്കൾ കേൾക്കാം. നമുക്കിപ്പോൾ ഒരു മലയാളി അല്ലാത്ത ഒരു കലാകാരൻ നമുക്ക് വേണ്ടിയിട്ട് പാടി തന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനാണ് ഈ പാട്ടിനോട് നമുക്ക് തോന്നുന്നത്. നിരഞ്ജോയ്, ഒരുപാട് നന്ദി. കാരണം ഇനിയും കുറേ പാട്ടുകളൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ശരിക്കും ഇന്നത്തെ നമുക്ക് ആഗ്രഹം ലൈവിൽ അങ്ങോട്ട് തീർക്കാം, കുറേ പാട്ടുകൾ പാടിയിട്ട്. അതായത് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അതിപ്പോ അല്ല, തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് പാടാൻ കഴിയുന്നത്. കാരണം വയലാറും ദേവരാജൻ മാഷും ദാസേട്ടനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ശരിക്കത്. നമുക്ക് മലയാളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പാട്ട് നിരഞ്ജോയിന്റെ ശബ്ദത്തിൽ കേട്ട് വരുമ്പോൾ നമുക്കത് ഏറെ ആസ്വാദ്യകരമായിട്ട് തോന്നുന്നുണ്ട്. നിരഞ്ജോയ്, എന്തായാലും ഇനിയിപ്പോ സംഗീതയാത്രകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നാട്ടിൽ തന്നെ ഉണ്ടാവും ഇല്ലേ? നാട്ടിലുണ്ടാവും. അപ്പോൾ നിരഞ്ജോയുടെ യാത്രകൾക്ക് ഒരുപാട് ഒരുപാട് ആശംസകൾ അർപ്പിക്കുകയാണ് നമ്മുടെ റേഡിയോയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും എൻ്റെ പേരിലും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിരഞ്ജോയ് ഈ തിരക്കിനിടയിൽ എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.